കലാപബാധിത മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ബീരൻ സിംഗ് രാജിവെച്ച് 3 ദിവസത്തിന് ശേഷമാണ് നടപടി. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതോടെ ഇത് 11ാം തവണയാണ് മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ വരുന്നത്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ അശാന്തിയുടെ 2 വർഷക്കാലമായിരുന്നു കഴിഞ്ഞുപോയത്. കുക്കി, മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിലുള്ള രക്തരൂക്ഷിതമായ സംഘർഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സംഘർഷങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി ബീരൻ സിംഗ് രാജിവെച്ചു. മണിപ്പൂർ നിയമസഭയിൽ കോൺഗ്രസ് അവിശ്വാസ പ്രമേയ നീക്കം കൊണ്ടുവരുന്നതിന് തൊട്ടുമുൻപായിരുന്നു ബീരൻ സിംഗിന്റെ രാജി. ഗവർണറുടെ റിപ്പോർട്ട് പ്രകാരം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാണ് ഇനി മണിപ്പൂർ. 1951 മുതൽ ഇത് 11ാം തവണയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ 174(1) വകുപ്പ് പ്രകാരം അവസാനമായി നിയമസഭ ചേർന്നതിന് 6 മാസത്തിനുള്ളിൽ സഭ ചേരണമെന്നാണ് ചട്ടം. മണിപ്പൂരിൽ ഇതിനു മുൻപ് 2024 ഓഗസ്റ്റ് 12-നാണ് സഭ ചേർന്നത്. വീണ്ടും സഭ ചേരാനുള്ള 6 മാസത്തെ കാലാവധി ബുധനാഴ്ച അവസാനിച്ചിരുന്നു. ഈ ഭരണഘടനാ പ്രതിസന്ധി മറികടക്കാനാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. ബീരൻ സിംഗിനു പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പൊതുസ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് മണിപ്പൂർ എത്തുകയായിരുന്നു. മണിപ്പൂരിലെ സംഘർഷങ്ങളിൽ ഇതുവരെ 150-ലേറെ പേരാണ് മരിച്ചത്. മെയ്യിൽ സംഘർഷം ആരംഭിച്ച കാലം മുതൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. 60-അംഗ നിയമസഭയിൽ ബിജെപിക്ക് 37-ഉം സഖ്യകക്ഷികളായ NPF-നും NPP-ക്കും 6-ഉം 7-ഉം MLA-മാരുമാണുള്ളത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനെ സ്വാഗതം ചെയ്യുകയാണ് കുക്കി, മെയ്തേയ് വിഭാഗങ്ങൾ. BJP സഖ്യ സർക്കാർ മറ്റൊരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിലും നല്ലത് രാഷ്ട്രപതി ഭരണമാണ് എന്നതിലേക്ക് മണിപ്പൂർ ജനതയെ കൊണ്ടെത്തിച്ച ഭരണകാലമാണ് ബീരൻ സിംഗ് സർക്കാർ കാഴ്ചവെച്ചത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.